ക്രിസ്തുവിനെ കൊടുക്കാൻ വന്നു. എന്താണ്? നന്ദി കൊടുക്കുവാൻ, കർത്താവിനോടുള്ള നന്ദി കടപ്പാട് കൊടുത്തു തീർക്കാൻ വന്നു. It's very wonderful to see how he did it. അവൻ എങ്ങനെയാണത് ചെയ്തതെന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ വളരെ രസകരമായ കാര്യമാണത്. It says here in Luke 17. ലൂക്കോസിന്റെ സുവിശേഷം 17-ാം അധ്യായത്തിലാണ് നാം ആ സംഭവം കാണുന്നത്. Do you know how they asked for the Lord to heal them? കർത്താവ് അവരെ സൗഖ്യമാക്കുവാൻ ഈ 10 പേരും വന്ന് എങ്ങനെയാണ് ആവശ്യപ്പെട്ടതെന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? You must read the Bible slowly. നിങ്ങൾ ദൈവവചനം വായിക്കുമ്പോൾ സാവധാനത്തിൽ വായിച്ചെങ്കിലേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയുള്ളൂ. Many of us read the Bible too fast. നമ്മൾ മിക്കവരുടെയും പ്രശ്നം എന്താണെന്നറിയാമോ? നമ്മുടെ ജീവിതം തന്നെ അങ്ങനെ സൂപ്പർ ഫാസ്റ്റ്. നമ്മൾ ദൈവവചനം വായിക്കുന്നതും ഭയങ്കര സ്പീഡിലാണ്. Go through the Bible quickly. നിങ്ങൾക്ക് എങ്ങനെയും വായിച്ച് തീർക്കണമെന്നേ ഉള്ളൂ, അങ്ങ് വായിച്ചു വിടും. Read about somebody who read the Bible 20 times in his life. എപ്പോഴെങ്കിലോ നിങ്ങൾ കേട്ട് കാണും, അത്ഭുതപ്പെട്ട് കാണും, 20 പ്രാവശ്യം ദൈവവചനം ആദ്യോടന്തം വായിച്ചവരെ കുറിച്ച് നിങ്ങൾ ഒരു മത്സരത്തിലാണോ? I'm not in any competition with such people to go through the Bible 20 times. ഞാൻ എന്റെ കാര്യം പറഞ്ഞാൽ അങ്ങനെയുള്ള ആരോടും എനിക്ക് ഒരു മത്സരവുമില്ല, അസൂയമില്ല. എനിക്ക് 20-25 തവണ വായിക്കണമെന്നല്ല എന്റെ വിഷയം. I have prayed that the Bible will go through me at least once. ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചിട്ടുള്ള ഒരു കാര്യം ഇതാണ്. ഞാൻ ദൈവവചനത്തിലൂടെ ഒരു 100 തവണ പോകുന്നതിനേക്കാളും ദൈവവചനം ഒരു പ്രാവശ്യമെങ്കിലും മുഴുവൻ എന്നിലൂടെ ഒന്ന് കയറിയിറങ്ങും. If every verse in the Bible can go through me into my life once. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഓർത്തു നോക്കിയേ, ഈ ദൈവത്തിന്റെ ജീവനുള്ള വചനത്തിലെ എല്ലാ വചനങ്ങളും ഒരു പ്രാവശ്യമെങ്കിലും എന്റെ ഉള്ളിൽ കൂടെ ഒന്ന് കടന്നു പോകാൻ ഇടയായാൽ എത്ര അനുഗ്രഹമായിരിക്കും. And then the word will have become flesh in me also. അങ്ങനെ ആ വചനം എന്നിലൂടെ കടന്നു വരുമ്പോൾ, ഒരു ക്രിയ ചെയ്യുമ്പോഴാണ് ആ വചനം എന്നിൽ ജഡമായി തീരുന്നത്. I can follow Jesus in whom the word was made flesh. വചനം ജഡമായി തീർന്നവനെന്ന് യേശുവിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത് പോലെ എന്റെ കർത്താവിനെ, ഗുരുവിനെ എനിക്ക് ആ നിലയിൽ ഈ വചനം ജഡമായി അനുഗമിക്കാൻ കഴിയും. Verse 13. 13-ാം വാക്യത്തില് അവര് പറയുന്ന വചനം ശ്രദ്ധിക്കുക. Raised their voices and said, Master, have mercy on us. അവർ ഉറക്കെ പറഞ്ഞു, യേശുവിന്റെ അടുക്കൽ വന്ന്, യേശു നായക, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. They were cleansed, it says in verse 14, and they went off. യേശു പറഞ്ഞു, പുരോഹിതന്മാർക്ക് നിങ്ങളെ തന്നെ കാണിപ്പീനെന്ന് പറഞ്ഞു. പോകുന്ന വഴിയിൽ തന്നെ അവർ ശുദ്ധരായിത്തീർന്നു. But one of them, എന്നാൽ അതിൽ ഒരാൾ, when he saw he was healed, he turned back. തന്റെ കുഷ്ഠം മാറി സൗഖ്യമായി എന്ന് അവനെ ബോധ്യപ്പെട്ടപ്പോൾ, and again it says, with a loud voice he began to glorify God. 15-ാം വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചു വായിച്ചാൽ ഒരു കാര്യം കാണും. അവരിൽ ഒരുത്തൻ തനിക്ക് സൗഖ്യം വന്നത് കണ്ട് ഉച്ചത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് മടങ്ങി വന്നു. With the same volume that he asked for healing, with the same volume of sound, he thanked the Lord. Praise God. നിങ്ങൾ ശ്രദ്ധിച്ചോ? രോഗസൗഖ്യത്തിന് വേണ്ടി എന്തുമാത്രം ഉച്ചത്തിൽ യേശുവിനോട് നിലവിളിച്ചോ, അതിലൊട്ടും കുറയാത്ത ഉച്ചത്തിൽ തന്നെ കർത്താവിന് മഹത്വം കൊടുത്തുകൊണ്ട് അവൻ മടങ്ങി വന്നു. He didn't sort of quietly come to whisper to Jesus and say, thank you for healing me. അവൻ മടങ്ങി വന്നെന്നുള്ളത് ശരിയാണ്. പക്ഷെ മടങ്ങി വന്നിട്ട് യേശുവിന്റെ ചെവിയിൽ ആരും കേൾക്കാതെ, കർത്താവേ സുഖമായി, നന്ദി എന്ന് പറഞ്ഞിട്ടല്ല പോയത്. No. അങ്ങനെയല്ല ചെയ്തത്. Everybody must hear what the Lord's done for me. I want to give thanks to him. കർത്താവിനോട് ഞാൻ നന്ദി പറയുമ്പോൾ മറ്റുള്ളവർ കേൾക്കട്ടെ, അത് രഹസ്യത്തിൽ ചെയ്യേണ്ട കാര്യമല്ല. ഞാൻ കർത്താവിന് മഹത്വം കൊടുക്കാൻ വന്നിരിക്കുകയാണ്. He was, because the Lord told him, that's great. Verse 19, your faith has saved you. 19-ാം വാക്യത്തിൽ കർത്താവ് അവന് ഉറപ്പ് കൊടുക്കുകയാണ്, ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന ഈ വ്യക്തി, അവന്റെ വിശ്വാസം അവനെ രക്ഷിച്ചിരിക്കുന്നു എന്ന് കർത്താവ് He പറഞ്ഞു. didn't only get healing, he got salvation. ബാക്കി 9 പേർക്ക് ശരീരസൗഖ്യം മാത്രം ലഭിച്ചപ്പോൾ ഈ 10-ാമത്തെ അവന് ശരീരസൗഖ്യം മാത്രമല്ല, അവൻ ആത്മാവിന്റെ സൗഖ്യവും രക്ഷ അവന് ലഭിച്ചു. You can see that throughout Scripture. ദൈവവചനത്തിൽ തുടർമാനമായി നാം കാണുന്ന ഈ പ്രമാണമാണ്. There is a greater blessing in giving than in receiving. വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് ഭാഗ്യകരമായ അനുഭവം. I remember a brother in Bangalore once came to me. ബാംഗ്ലൂരിലെ ഒരു സഹോദരൻ ഒരിക്കൽ എന്റെ അടുക്കൽ വന്ന് പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. He said, Brother Zach, I cannot remember Scripture. I cannot remember the verses like you can remember it. തന്റെ മനസ്സിലെ ഒരു സങ്കടം, ഒരു വിഷമം പറയുകയായിരുന്നു. ബ്രദറിന് ഓർക്കാൻ കഴിയുന്ന പോലെ എനിക്ക് ദൈവവചനം അങ്ങോട്ട് ഓർക്കാൻ കഴിയുന്നില്ലെന്നേ, മനസ്സ് നിൽക്കുന്നില്ല. I don't have such a good memory. എനിക്ക് നല്ല ഓർമ്മശക്തിയേ ഇല്ല. I said, don't blame God for not giving you a good memory. ഞാൻ ആ സഹോദരനോട് സ്നേഹത്തിൽ പറഞ്ഞു, എന്റെ സഹോദര,
ഓർമ്മശക്തി നിനക്ക് തരാഞ്ഞതിന് ദൈവത്തെ കുറ്റം പറയുന്നത് നിർത്തിക്കണം. I say, you follow my prescription and you'll know the scriptures. ഞാന് ഒരു കുറിപ്പടി തരാം, അത് അനുസരിച്ച് നീ മരുന്ന് കഴിച്ചാൽ നിന്റെ അസുഖം മാറുമെന്ന് ഞാൻ പറഞ്ഞു. I said, this is what I do. ഞാൻ ചെയ്യുന്ന കാര്യം പറഞ്ഞു. ഈ ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനുള്ള മരുന്നാകട്ടോ ഞാനിതാ ചെയ്യുന്നത്. Particularly with scripture. ദൈവവചനം പ്രത്യേകിച്ച് ഓർക്കുന്ന കാര്യത്തിൽ. I said, there's a verse in Proverbs. സദൃശവാക്യത്തിൽ ഇങ്ങനെയൊരു വചനമുണ്ട്. Chapter 11. 11-ാം വാക്യത്തിലാണ്. 11-ാം അധ്യായം. It's a very good prescription. അത് ദൈവവചനം ഓർക്കുവാൻ കഴിയാത്ത ഏത് വ്യക്തിക്കും പറ്റിയ ഒരു വചനമാണ്. Verse 25, the last part. 11-ാം അധ്യായത്തിന്റെ 25-ാം വാക്യം, അതിന്റെ 2-ാം ഭാഗം. He who waters others will be watered himself. തണുപ്പിക്കുന്നവന് തണുപ്പ് കിട്ടും. That means you water somebody else's dry plant, God will water yours. വേനൽക്കാലത്ത് നിന്റെ അയൽക്കാരന്റെ ഉണങ്ങി വരണ്ട് നിൽക്കുന്ന പൂന്തോട്ടം നീ നനച്ചാൽ നിന്റെ ഉണങ്ങി വരണ്ടിരിക്കുന്ന ചെടികളെ ദൈവം നനയ്ക്കുമെന്നാണ് I said, this is what you must do. നീ ഇതാ ചെയ്യേണ്ടതെന്ന് ഞാൻ ആ സഹോദരനോട് You read the word of God one day. കർത്താവിന്റെ വചനം നീ ഒരു ദിവസം വായിക്കുന്നു. And maybe one verse really blesses you. ഒരു വചനം നീ വായിക്കുന്നതിലെ ഒരു വചനം നിന്റെ ഹൃദയത്തിന് ഭയങ്കര അനുഗ്രഹമായി തീരുകയാണ്. It's like water to your soul. അത് നിന്റെ പ്രാണന് തണുപ്പ് ലഭിച്ച ദൈവത്തിന്റെ ഒരു വചനമായിരുന്നു. What are you going to do with that? ആ തണുപ്പ് ലഭിച്ച നീ എന്താ ചെയ്യാൻ പോകുന്നത്? Go and water somebody else. ആത്മാവിൽ ഉണങ്ങി വരണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തിയുടെ അടുക്കൽ പോയിട്ട് അവനെ നനയ്ക്കുവാൻ, അവനെ തണുപ്പിക്കുവാൻ ഈ ദൈവത്തിന്റെ വചനം നീ ഉപയോഗിക്കുക. Maybe just one verse. അവൻ ഒരു വചനം, ഒരു വാക്ക് നിന്നിൽ നിന്ന് കിട്ടിയാൽ മതി. He has said, I'll never leave you nor forsake you. കർത്താവിന്റെ വചനത്തിൽ ഒരുപക്ഷെ നിന്നോട് ഇന്ന് ഇടപെട്ട ഇതായിരിക്കാം, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്നുള്ള വചനം. We can boldly say, the Lord is my helper, I will not be afraid what man can do to me. കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കുകയില്ല, മനുഷ്യനോട് എന്ത് ചെയ്യും എന്ന് നമുക്ക് ധൈര്യത്തോടെ പറയാം ഈ വചനം വായിച്ചു കഴിഞ്ഞ്. Hebrews 13, that is. എബ്രായർ 11-ാം അധ്യായത്തിലാണ്. Supposing you were blessed by that verse. ആ വചനമാണ് നിങ്ങളുടെ ആത്മാവിനെ അനുഗ്രഹിച്ചതെന്ന് വിചാരിക്കുക. You look around for an opportunity to bless somebody else with that verse now. മറ്റാരെങ്കിലും തണുപ്പിക്കുവാൻ, അനുഗ്രഹിക്കുവാനായിട്ട് ഒരു അവസരം പാർത്ത് ഇരിക്കുന്ന വ്യക്തിയായിരിക്കണം നീ. Maybe somebody you meet or you make a phone call to somebody. ഒരു പക്ഷെങ്കില് നിന്റെ വീട്ടിൽ വരികയോ വഴിമധ്യേ നീ കാണുകയോ നീ ഫോണിൽ സംസാരിക്കുകയോ ചെയ്യുന്ന ഏതെങ്കിലും ഒരു വ്യക്തിയായിരിക്കാം. We keep using our cell phone for so many useless things. Why not occasionally use it to give a verse to somebody? കയ്യിലുള്ള സെൽഫോണ് പ്രയോജനമില്ലാത്ത എത്ര കോളിന് വേണ്ടി ഉപയോഗിക്കുന്നവരാ നമ്മൾ. പ്രയോജനമുള്ള തണുപ്പിക്കുന്ന ഒരു കാര്യം പറയാനൊന്ന് ഉപയോഗിച്ച് കൂടെ വല്ലപ്പോഴുമെങ്കിലും. You find all these young people always texting. I wonder how even any of those believers give even one word to somebody with that. ഞാൻ ചില വിശ്വാസികൾ പ്രത്യേകിച്ച് ചെറുപ്പക്കാരെ കാണാറുണ്ട്. എപ്പം നോക്കിയാലും അവരുടെ കയ്യിലിരിക്കുന്ന ഉപകരണത്തിൽ ഇങ്ങനെ ടെക്സ്റ്റ് മെസ്സേജുകൾ SMS അയച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തൊരു സ്പീഡാണെന്നറിയാം. ഒരു ഒറ്റ വചനമെങ്കിലും മറ്റൊരാളിനെ അയക്കാനായിട്ട് ഇവർ ഉപയോഗിക്കുന്നുണ്ടോ? ആരെങ്കിലും ഒന്ന് അനുഗ്രഹിക്കാൻ ദൈവത്തിന്റെ നിന്നെ അനുഗ്രഹിച്ച ഒരു വചനം നിനക്ക് അയച്ചു കൊടുക്കാം. You bless 4 or 5 people with one verse that you got. നിന്റെ ജീവിതത്തിൽ ദൈവം നിനക്ക് തന്ന നിന്റെ അന്തരാത്മാവിന് കുളിർമയേറിയ ഒരു വചനം 4-5 പേർക്കെങ്കിലും വന്ന് കൊടുക്കുവാൻ നിന്റെ ഹൃദയത്തിൽ നിനക്ക് ഉത്സാഹമുണ്ടോ? God will water you. അങ്ങനെ ചെയ്താൽ ദൈവം നിന്റെ അവസ്ഥയിൽ ഇനിയും തണുപ്പ് അയക്കും, ഇനിയും മഴ അയക്കും, ഇനിയും അനുഗ്രഹം നൽകും. It means that verse will stick in your mind forever. അങ്ങനെ നീ ചെയ്യുന്ന ഒരു പരിചയമാക്കി കഴിഞ്ഞാൽ കർത്താവ് നിന്റെ ഉള്ളിലേക്ക് തന്ന ആ വചനം ആർക്കും മായ്ച്ചു കളയാതെ വേണം നിന്റെ അന്തരംഗത്തില് അത് തെളിമയോടെ ദൈവം എഴുതി. You selfishly keep it to yourself. എന്നാൽ സ്വാർത്ഥരായി ആരോടും വാതുറക്കാതെ ഈ വചനത്തിന് സ്തോത്രം ചെയ്തുകൊണ്ടൊക്കെ ഉള്ളിൽ തന്നെ അങ്ങ് ഒതുക്കി വെച്ചാൽ I guarantee in 1 month you won't even know where it is in the Bible. അങ്ങനെയാണെങ്കിൽ ഒരു മാസത്തിനുള്ളിൽ തന്നെ ഞാൻ പറയാം, ഉറപ്പ് തരാം, എവിടാണ് ബൈബിളിൽ ആ വാക്യം കണ്ടെത്തുന്നത് പോലും നീ മറന്നുപോകും. ആ വചനം നിനക്ക് നഷ്ടമാകും. Do you want to have a memory like me for scripture? ദൈവവചനത്തിൽ എനിക്കുള്ളതുപോലുള്ളതായിരിക്കുന്ന ഒരു ഓർമ്മശക്തി നിങ്ങൾ എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? Do this. ഞാനിപ്പോ പറഞ്ഞ ഈ കുറിപ്പടി അനുസരിച്ച് മരുന്ന് കഴിച്ചാൽ മതി. Don't selfishly keep something to yourself. സ്വാർത്ഥരായിട്ട് കർത്താവ് നിങ്ങളോട് സംസാരിക്കുന്ന വചനമൊക്കെ നിങ്ങളുടെ ഉള്ളിൽ ഒതുക്കി അങ്ങനെ ജീവിച്ചാൽ പോരാ. In the early days, I was not standing in a pulpit and giving it. എന്റെ ക്രിസ്ത്യ ജീവിതത്തിന്റെ ആരംഭ നാളുകളിൽ ഇതുപോലെ ഒരു പ്രസംഗപീഠത്തിൽ നിന്നുകൊണ്ട് ഞാൻ മറ്റുള്ളവർക്ക് വചനം കൊടുക്കുകയായിരുന്നില്ല. I used to write so many letters quoting these verses. അന്ന് മൊബൈൽ ഫോൺ ഒന്നും ഇതുപോലെ സംസാരിക്കാനും അവസരങ്ങളില്ല. ഞാൻ കത്തുകൾ എഴുതുമായിരുന്നു, കാർഡുകൾ എല്ലാവരും എഴുതി അയക്കുമായിരുന്നു. I tell you, it's much more difficult to write a letter than to just make a phone call. നിങ്ങൾ സമ്മതിക്കത്തില്ലേ, ഒരു ഫോൺ കോള് നടത്തുന്നതിനേക്കാൾ എത്രയോ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഒരു കത്തിരുന്നത്. It stuck with me. എന്നാൽ ഞാൻ ആ വചനങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കുവാനായിട്ട്
ഉത്സാഹിച്ചപ്പോൾ ഈ വചനങ്ങളൊക്കെയും എന്റെ ഉള്ളില് ഉറയ്ക്കുവാനിടയായി. Some of you have been believers for so many years. നിങ്ങളിൽ പലരും വർഷങ്ങളായിട്ട് ക്രിസ്തീയ വിശ്വാസികളല്ലേ? You have received the word of God and you have been blessed. നിങ്ങൾ ദൈവവചനം തുടർമാനമായി പ്രാപിക്കുകയും അത് മുഖാന്തരം അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യുന്ന സഹോദരങ്ങളാണ്. All these years, you could have got a greater blessing. ഈ വർഷങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് മെച്ചമായ ഉത്തമമായ ഒരു അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കാൻ കഴിയുമായിരുന്നു. But you missed it. എന്നാൽ അത് നിങ്ങൾക്ക് ഇതുവരെ നഷ്ടമായി. But thank God you're not dead yet. You got some life ahead എന്നാൽ of you. കർത്താവിന് നന്ദി പറയാം, നമ്മൾ ആരും മരിച്ചിട്ടില്ല. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ജീവനുള്ളവരാണ്. You can get a greater blessing in the days to come. കർത്താവ് നമുക്ക് നാളുകൾ തരുന്നെങ്കിൽ വരുന്ന ദിവസങ്ങളില് അധികം അനുഗ്രഹം ദൈവത്തിൽ നിന്ന് കൊടുക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുവാൻ കഴിയും. ഹല്ലേലൂയ. See, that is because one of the main purposes in salvation is to deliver us from thinking only about ourselves. ദൈവത്തിന്റെ രക്ഷയുടെ ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശം എന്താണെന്നറിയാമോ? സ്വയകേന്ദ്രീകൃതരായിരിക്കുന്ന സ്വാർത്ഥരായ നമ്മുടെ സ്വാർത്ഥപരമായ ജീവിതത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുവാനാണ് കർത്താവ് ഈ വലിയ രക്ഷ നമുക്ക് നൽകുന്നത്. What is the most common word found in most of our prayers? നമ്മുടെ പ്രാർത്ഥനകൾ, എല്ലാവരുടെയും പ്രാർത്ഥന എടുത്തൊന്ന് വിശകലനം ചെയ്ത് നോക്കിയേ, ഏറ്റവും അധികം ഉപയോഗിക്കപ്പെടുന്ന പദം ഏതാണെന്ന് നിങ്ങൾക്ക് പറയാമോ? Now, without knowing all about your prayers, I'll tell you. നിങ്ങളുടെ ആരുടെയും രഹസ്യ പ്രാർത്ഥനയെക്കുറിച്ചോ സഭയിലെ പരസ്യ പ്രാർത്ഥനയെക്കുറിച്ചോ എനിക്ക് ഒന്നും അറിയത്തില്ലെങ്കിലും ഞാൻ വളരെ തെളിമയോടൊരു In കാര്യം your private prayer especially. പ്രത്യേകിച്ച് നിങ്ങളുടെ രഹസ്യ പ്രാർത്ഥനയിൽ നിങ്ങൾ The ഉപയോഗിക്കുന്ന most common word is me and my. ഏറ്റവും അധികം ഉപയോഗിക്കുന്ന പദം ഞാൻ, എന്റേത്. സംശയമുണ്ട്, ഇനിയും ഒന്ന് ശ്രദ്ധിച്ചോണം പ്രാർത്ഥിക്കും. If you don't believe it, just check up once in a while when you pray. What are the most common words are used in the last prayer? പ്രാർത്ഥിക്കുന്ന സമയത്ത് നിങ്ങളൊന്ന് ബോധപൂർവ്വം ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. നിങ്ങൾ ബോധപൂർവ്വം പ്രാർത്ഥിക്കുമ്പോൾ ചിലപ്പോൾ കുറച്ച് ഉപയോഗിക്കാൻ പരീക്ഷ വരും, എങ്കിലും അറിയാതെ പറഞ്ഞു പോകും ഞാൻ, എന്റേത്. My this and my that and my family and my this and my that and my the other. കർത്താവേ, ഞാൻ ചെയ്ത കാര്യം, ഞാൻ ആഗ്രഹിച്ച കാര്യം, എന്റെ കുടുംബം, എന്റെ. Jesus said in Matthew 6, മത്തായി സുവിശേഷം 6-ാം അധ്യായത്തിൽ യേശു ഇങ്ങനെ പറഞ്ഞു, when you pray like this, verse 9. കർത്താവ് പ്രാർത്ഥിക്കാൻ ഒരു മാതൃക കാണിച്ചു തന്നു. 6:9 ഇങ്ങനെയാണ് പ്രാർത്ഥിക്കാൻ പറഞ്ഞത്. And the whole prayer is there. It's not a very big prayer, 9 to 13. 9 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ ഹ്രസ്വമായ ഒരു പ്രാർത്ഥനയാണ്. Now, all of you got sharp eyes. Find out how many times me and my come in those verses. നിങ്ങൾ ഇവിടെ ഇരിക്കുന്നവരൊക്കെ നല്ല കാഴ്ചശക്തി ഉള്ളവരാണ്, കണ്ണാടി ഉപയോഗിക്കുന്നവരും തെളിമയായി കാണാവുന്നവരാണല്ലോ. നിങ്ങൾ ആ കൊച്ചു പ്രാർത്ഥന ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ, എത്ര പ്രാവശ്യം ഞാൻ, എന്റെ എന്നുള്ളത് ആ കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയിലുണ്ട്. നോക്കിയോ, എണ്ണി നോക്കിയാട്ടെ. Can you find it? എത്ര പ്രാവശ്യമുണ്ട്? ആരെങ്കിലും കണ്ടെത്തിയോ? ഞാൻ, എന്റെ ആ പദം എത്ര പ്രാവശ്യമുണ്ട്? ഒരു പ്രാവശ്യം പോലും കണ്ടെത്താൻ കഴിഞ്ഞില്ലേ? He said, pray like this. കർത്താവ് പറഞ്ഞത് ഇങ്ങനെ ഇവണ്ണം പ്രാർത്ഥിപ്പീനെന്നാണ്. Read the Bible slowly. അതുകൊണ്ട് ദൈവവചനം സാവധാനത്തിൽ വായിക്കുന്ന ഒരു പരിചയം ഉണ്ടാകട്ടെ. Don't read these verses 100 times. Let the verses go through you at least once. ഈ വചനങ്ങളൊക്കെ 100 തവണ വായിച്ച്, ഈ വചനങ്ങളിലൂടെ 100 തവണ നിങ്ങൾ പോകാനല്ല തിടുക്കം കാണിക്കേണ്ടത്. ഈ വചനം ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളിലൂടെ ഒന്ന് കടന്നു പോകട്ടെ. It is thy. ആ പ്രാർത്ഥനയിൽ ആവർത്തിച്ച് കാണുന്ന പദം അവിടുത്തെ രാജ്യം. കർത്താവേ, നിന്റെ നാമം, നിന്റെ രാജ്യം, നിന്റെ ഇഷ്ടം. And after that, അത് കഴിഞ്ഞ് our. നമ്മളെ ബാധിക്കുന്ന വിഷയം കർത്താവ് വിട്ടുകളഞ്ഞിട്ടില്ല. പക്ഷെ ഒരു വ്യത്യാസമേ ഉള്ളൂ, ബഹുവചനം ഉപയോഗിച്ചിരിക്കുന്ന ഞാൻ എന്റേതല്ല, ഞങ്ങൾ, ഞങ്ങളുടെ. Praise God. Not, Lord, please make sure that I and my family get our daily bread. അവിടെ കർത്താവിന് അബദ്ധം പറ്റിയതാണോ? കർത്താവ് പറഞ്ഞത് എനിക്കും എന്റെ കുടുംബത്തിനും എന്തു വന്നാലും ഈ ക്ഷാമകാലത്തും പട്ടിണി വരല്ല, അങ്ങനെയാണോ? ഞങ്ങൾക്ക് ഇന്ന് ആവശ്യമുള്ള ആഹാരം. I think of my fellow believers. എന്റെ സ്നേഹിതർ, എന്റെ കൂട്ടു സഹോദരങ്ങള്, കർത്താവിന്റെ മക്കളായ മറ്റുള്ളവരെ കുറിച്ചുള്ള ചിന്തയുള്ള ഒരു പ്രാർത്ഥന. Prayer does not begin with my Father. The very first word is our Father. കർത്താവിന്റെ പ്രാർത്ഥനയുടെ തുടക്കം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക. സ്വർഗസ്ഥനായ എന്റെ പിതാവേ എന്നല്ല അവിടുന്ന് പറഞ്ഞത്, ഞങ്ങളുടെ പിതാവേ. Father, I'm part of a family. ആ പ്രാർത്ഥന നമുക്ക് നൽകുന്ന ശക്തമായ സന്ദേശം എന്താണെന്നറിയാമോ? പിതാവിന്റെ മുൻപാകെ നാം എപ്പോൾ കടന്നു ചെന്നാലും നമ്മുടെ വാക്കില്ലാത്ത ഏറ്റുപറച്ചിൽ എന്താ? ഞാനൊരു കുടുംബത്തിന്റെ അംഗമാ കർത്താവേ. No, as the children of Adam, we don't think like that.
ആദാമിന്റെ സന്തതികളായ നാം സ്വാഭാവികമായും അങ്ങനെ ചിന്തിക്കുന്നവരും We only പറയുന്നവരും think, if my needs are met, I'm okay. എന്റെ ആവശ്യങ്ങൾ നിറവേറ്റപ്പെട്ടാൽ, എന്റെ കുഞ്ഞുങ്ങളുടെ കാര്യം ശരിയായാൽ എല്ലാം നന്നായി എന്ന് ചിന്തിക്കുന്നവരാ നമ്മള്. There is a blessing in that, praying for your family. നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണ്ടെന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങളെ കർത്താവിനെ അനുഗ്രഹിപ്പാൻ കഴിയും, അത് നല്ല കാര്യമാണ്. But there's a greater blessing when you think of giving and pray for our. കൊടുക്കുന്നത് അധികം അനുഗ്രഹിക്കപ്പെട്ട കാര്യമാണ്. മറ്റുള്ളവരെ കുറിച്ചുള്ള വിചാരവും സ്വാർത്ഥത വെടിഞ്ഞ് മറ്റുള്ളവർക്ക് വേണ്ടി ചിന്തിക്കുന്നതും അധികം അനുഗ്രഹത്തിന്റെ മുഖാന്തരമാണ്. To have a constant concern for the needs of other people. മറ്റുള്ളവരുടെ ആവശ്യങ്ങളെ കുറിച്ച് നിരന്തരമായിട്ട് വിചാരമുള്ള ഒരു ഹൃദയം നമുക്കുണ്ടാവുക എന്നുള്ളത് അനുഗ്രഹത്തിന്റെ താക്കോലാണ്. It's a mark of a true man of God. ഒരു യഥാർത്ഥ ദൈവ മനുഷ്യന്റെ അടയാളമാണ് മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള ഹൃദയം. Not just forgive my sins. Lord, I want my brothers and sisters to be forgiven too. എന്റെ പാപങ്ങൾ എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്നവനല്ല. അവന്റെ കൂട്ടു സഹോദരങ്ങളും ക്ഷമിക്കപ്പെടണം, അവര് നീതീകരിക്കപ്പെടണം. Not only deliver me from evil and sin, but Lord, there are so many defeated brothers and sisters around me. I want them to come to victory too. Praise God. പരീക്ഷയിൽ നിന്ന് എന്നെ വിടുവിക്കണം എന്നുള്ള നിലയിൽ അവസാനിപ്പിക്കുക അല്ല. കർത്താവേ, നിരാശരായി തോറ്റ് പരാജയത്തിൽ കരയുന്ന അനേകർ എന്റെ ചുറ്റുമുണ്ട്. കർത്താവേ, അവരെ പരീക്ഷയിൽ അകപ്പെടാതെ അവരെ ദുഷ്ടനിൽ നിന്ന് നീ വിടുവിക്കണം. ഇതാണ് പ്രാർത്ഥന. Here is an example of a great man of God in 2 Corinthians 11. 2 കൊരിന്ത്യർ 11-ാം അധ്യായത്തില് ഇതുപോലെയുള്ള ദൈവത്തിന്റെ ഒരു വലിയ മനുഷ്യനെ നമുക്ക് കാണാൻ കഴിയും. That's the Apostle Paul. അപ്പോസ്തലനായ പൗലോസാണ് ആ വ്യക്തി. You know, I have found in my life 2 examples to follow in the Bible. ദൈവത്തിന്റെ വചനത്തില് 2 നല്ല മാതൃകകൾ അനുഗമിപ്പാൻ ഞാൻ കണ്ടിട്ടുണ്ട്. One is Jesus and the other is Paul. ഒന്നാമത്തെ യേശുവാണ്. എന്നാൽ അതിന്റെ താഴെ ഞാൻ പൗലോസിന്റെ മാതൃകയാണ് എപ്പോഴും. Jesus said, "Follow me." യേശു പറഞ്ഞു, എന്നെ അനുഗമിക്കുക. I spent more than 30 years studying his life. യേശുവിന്റെ ജീവിതം ധ്യാനിക്കുവാനും പഠിക്കുവാനും 30 വർഷത്തിലധികം സമയം ഞാൻ ചിലവഴിച്ചു. Then Paul said, പൗലോസും ഇങ്ങനെ "Follow പറഞ്ഞു, me as I follow Christ." ഞാൻ ക്രിസ്തുവിന്റെ അനുകാരിയായിരിക്കുന്ന പോലെ നിങ്ങൾ എന്റെ അനുകാരികളായിരിപ്പീനെന്ന് ഈ ദൈവദാസനും പറഞ്ഞു. Inspired by the Holy Spirit, he said, "Follow me." 1 Corinthians 11:1. 1 കൊരിന്ത്യർ 11-ാം അധ്യായത്തിന്റെ 1-ാം വചനത്തില് പരിശുദ്ധാത്മ പ്രേരിതനായി പൗലോസ് പറയുകയാണ്, എന്നെ അനുഗമിക്കുക. That wasn't his own words. He was inspired by the Holy Spirit. പരിശുദ്ധാത്മാവിനാൽ പ്രേരിതനായതുകൊണ്ടാണ് ദൈവവചനത്തിൽ ആ വാചകത്തിന് ഇടമുണ്ടായത്. അതുകൊണ്ട് തന്റെ സ്വാർത്ഥപരമായ പ്രശംസയുടെ വചനമായിരുന്നില്ല. It wasn't just a private letter. It was the word of God. അതാർക്കെങ്കിലും അയച്ച ഒരു രഹസ്യമായ ലേഖനമല്ല, മറിച്ചത് ദൈവവചനമാണ്. So that means the Holy Spirit is telling me, follow Paul as he followed Christ. അതുകൊണ്ട് തന്നെ ഞാൻ പറയാം, തിരുവചനത്തിൽ അങ്ങനെ ഒരു പ്രബോധന വചനം കേൾക്കുമ്പോൾ പരിശുദ്ധാത്മാവിനോട് പറയുകയാണ്, യേശുവിനെ അനുഗമിക്കുന്ന ഞാൻ That's why പൗലോസിനെയും അനുഗമിപ്പാൻ കൊള്ളാവുന്നവനായി കാണുന്നു. That's why in our churches all our workers have sought to follow the example of Paul in supporting themselves and serving the Lord. എന്റെ ജീവിതം മാതൃകയാക്കുക എന്ന് നമ്മെ വെല്ലുവിളിച്ചുകൊണ്ട് പ്രബോധിപ്പിച്ച ആ പൗലോസിന്റെ ശുശ്രൂഷ രീതി നമ്മുടെ സഭയിലെ മൂപ്പന്മാർ അനുസരിക്കുവാനായിട്ട് എന്റെ ഹൃദയത്തിൽ ഞാൻ ഉത്സാഹിപ്പിക്കുന്നതിന്റെ കാരണം അതുതന്നെയാണ്. നല്ലൊരു മാതൃക കർത്താവിന്റെ ദാസൻ. I remember when we started our church in Bangalore. ബാംഗ്ലൂർ വർഷങ്ങൾക്ക് മുൻപ് ഒരു സഭാ കൂടിവരവ് ആരംഭിച്ച നാളുകൾ ഞാൻ I ഓർക്കുന്നു. said, "Lord, help me. I want to follow Paul in this area and I support myself and serve ആ God." കാലത്ത് എന്റെ ഹൃദയത്തിൽ കർത്താവിനുണ്ടായിരുന്ന ശക്തമായ പ്രാർത്ഥന ഇതായിരുന്നു, കർത്താവേ, അപ്പോസ്തലനായ പൗലോസ് കാണിച്ച മാതൃക സാമ്പത്തിക കാര്യത്തിലും അനുസരിപ്പാൻ എന്നെ സഹായിക്കും. Now here is an example that God has given us of this man. ഈ മനുഷ്യന്റെ ജീവിതത്തിലും ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഒരു നല്ല മാതൃക ഞാൻ ചൂണ്ടിക്കാണിക്കാം. Starting in verse 23. 11-ാം അധ്യായത്തിന്റെ 23-ാം വാക്യത്തിൽ ആണ് Right up to verse 30. 30-ാമത്തെ വാക്യം വരെ ആ മാതൃക കാണാൻ. It's only 8 verses. 8 വചനങ്ങൾ മാത്രമേ ഉള്ളൂ. But what I want you to see there is, നിങ്ങളത് ശ്രദ്ധിച്ച് വായിക്കണം സമയം എടുത്ത്. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. everything he mentions there അവിടെ താന് സൂചിപ്പിക്കുന്ന പറയുന്ന എല്ലാ വിഷയങ്ങളും was suffering that he went through for other people. മറ്റുള്ളവർക്ക് വേണ്ടി തന്റെ ജീവിതത്തിൽ താൻ കടന്നുപോയ കഷ്ടതകൾ, ബുദ്ധിമുട്ടുകൾ, അതിനെക്കുറിച്ചാണ് പറയുന്നത്. There are many businessmen who go through many sufferings to make more money.
ലോകത്തിലറിയാം പല ബിസിനസ്സുകാരുണ്ട്, കച്ചവടക്കാരുണ്ട്. അവർ കഷ്ടതയിൽ കൂടെ കടന്നു പോകാറുണ്ട്, നഷ്ടങ്ങൾ അവർക്ക് ഉണ്ടാകാറുണ്ട്. പക്ഷെ അതൊക്കെ കൂടുതൽ പണം ഉണ്ടാക്കുവാനുള്ള But അന്വേഷണത്തിൽ many politicians who spend sleepless nights because they want to advance in their political realm. പല രാഷ്ട്രീയ നേതാക്കന്മാർ, പ്രവർത്തകരുണ്ട്. അവർ ഉറക്കളച്ച് അവര് രാത്രികൾ ചിലവഴിക്കുകയും ജയിലിൽ കഴിയുകയും ഒക്കെ ചെയ്യുന്നു. കഷ്ടപ്പാടൊക്കെ അവരുടെ രാഷ്ട്രീയ ജീവിതത്തിന്റെ ഉന്നതികളിലേക്ക് ലക്ഷ്യം വെച്ചുകൊണ്ട്. Here, nothing of this was for Paul himself. എന്നാൽ ഇവിടെ പ്രസ്താവിക്കപ്പെട്ടിരിക്കുന്ന യാതൊരു അനുഭവങ്ങളും പൗലോസിന്റെ സ്വകാര്യ ജീവിതത്തിന്റെ സുഖത്തിനു വേണ്ടി God ആയിരുന്നില്ല. had blessed him, ദൈവം തന്നെ സമൃദ്ധിയായി അനുഗ്രഹിച്ചിരുന്നു. and he wanted to give that to others and got a greater blessing. ദൈവം തനിക്ക് നൽകിയ അനുഗ്രഹം മറ്റുള്ളവരിലേക്ക് പകർന്ന് അധികം ശ്രേഷ്ഠമായ അനുഗ്രഹം പ്രാപിക്കണമെന്നുള്ള ലക്ഷ്യമായിരുന്നു. And he says, follow me. ആ ദൈവദാസൻ നമ്മോട് പറയുകയാണ്, എന്റെ അനുകാരികളാകുക. I said, Lord, I want to follow him. ഞാൻ കർത്താവിനോട് പറഞ്ഞു, ഈ സത്യം ഞാൻ കണ്ട സമയത്ത്, കർത്താവേ, ആ നിലയിൽ അങ്ങേ അനുഗമിപ്പാൻ എനിക്ക് I want to follow Paul because the Holy Spirit says, പൗലോസിനെ follow Paul. ഈ മേഖലയില് അനുഗമിപ്പാൻ, അനുകരിപ്പാൻ എനിക്ക് ആഗ്രഹമുണ്ട്. Okay, now look at verse 23. He's 23. 23-ാം വാക്യം He ശ്രദ്ധിക്കുക. says, now this is what it means to be a servant of Christ. That's the phrase he uses there. ക്രിസ്തുവിന്റെ ശുശ്രൂഷക്കാരൻ, ക്രിസ്തുവിന്റെ ദാസൻ, ആ പദം നിങ്ങൾ You ശ്രദ്ധിക്കുക. know, all of us can be servants of Christ. Men, women, children, all of you can be servants of എന്റെ Christ. മുൻപിലിരിക്കുന്ന സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ, കുട്ടികളെന്ന വ്യത്യാസം, എല്ലാവർക്കും കർത്താവിന്റെ ദാസരായിരിക്കാൻ കഴിയും. More labor. അവിടെ നാം വായിക്കുന്നത് അധികം അധ്വാനം. For what? എന്തിനു വേണ്ടിയാണ്? More labor to make money? കൂടുതൽ പണമുണ്ടാക്കുവാൻ, ധനസമ്പാദനത്തിന് വേണ്ടിയുള്ള Or അധ്വാനമാണോ? honor? മാനത്തിനു വേണ്ടിയാണോ? No. ഒരിക്കലുമല്ല. To bless other people. മറ്റുള്ളവരെ അനുഗ്രഹിപ്പാനായിട്ട് Far അത്യധ്വാനം. more imprisonments. അവിടെ നാം വായിക്കുന്നത് അധികം പ്രാവശ്യം തടവിലായ കാര്യം. Paul could have easily avoided going to prison if he just stopped preaching. പൗലോസിന് ജയിലിൽ പോകുന്നത് ഒഴിവാക്കാൻ എളുപ്പമാർഗം ഉണ്ടായിരുന്നു. പ്രസംഗം അങ്ങ് നിർത്തിയാൽ മതിയായിരുന്നു. He said, I'm saved, I'm going to heaven. Why should I get into unnecessary problems preaching to other കർത്താവിനെ people? രക്ഷിച്ചു, നിത്യജീവൻ തന്നു, ഞാൻ സ്വർഗത്തിൽ പോവാ ഉറപ്പാ, പിന്നെ ഞാൻ എന്തിനാ ബുദ്ധിമുട്ടിലാകുന്നത് എന്ന് വേണം വിചാരിക്കാമായിരുന്നു. Why should I inconvenience myself? I'm on my way to heaven. എന്റെ ജീവിതത്തില് ബുദ്ധിമുട്ടുണ്ടാകുന്ന, വിഷമത്തിലാകുന്ന കാര്യത്തിലേക്ക് ഞാൻ എന്തിന് തലയിടണം? Beaten times without number. അവിടെ വായിക്കുന്നത് അനേക തവണ കോലുകൊണ്ട് അടികൊണ്ടു. Often in danger of death, verse 23. 23-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് പലപ്പോഴും പ്രാണഭയത്തിലായി. Received from the Jews 5 times 39 lashes. 39 അടി വെച്ച് യഹൂദന്മാരാൽ 5 തവണ ഏറ്റവനായ And പൗലോസ്. you can go through that whole thing. ആ കാര്യങ്ങളെ ലിസ്റ്റ് നിങ്ങൾ വായിച്ചു നോക്കുക. Frequent journeys, verse 26. 26-ാം വാക്യത്തിൽ പറയുന്നത് കൂടെയുള്ള യാത്രകൾ. So many dangers in that. നദികളിലെ ആപത്ത്, കള്ളന്മാരുടെ ആപത്ത്, സ്വജനത്താലുള്ള He ആപത്ത്. said, Paul, what are you doing all this for? നിങ്ങൾ ചോദിക്കുക, പൗലോസേ, എന്തിനാണ് താങ്കൾ ഈ കഷ്ടങ്ങൾ I mean, കടന്നു are you പോകുന്നത്? making more money through all this? കൂടുതൽ പണം ഉണ്ടാക്കുവാൻ വേണ്ടിയാണോ? Or you want to be a more famous apostle? കൂടുതൽ പ്രസിദ്ധനായിരിക്കുന്ന അപ്പോസ്തലനാകണമെന്നുള്ള ആഗ്രഹത്തിലാണോ? It was 100% to give to others what God had given him. ദൈവം തനിക്ക് നൽകിയതായിരിക്കുന്ന സ്വർഗീയ അനുഗ്രഹങ്ങള് മറ്റുള്ളവർക്കും കൂടെ പങ്കിടുവാനുള്ള ഹൃദയത്തിന്റെ അത്യധികമായ വാഞ്ചയാണ് ദൈവദാസനെ ഈ കഷ്ടങ്ങളിലൂടെയൊക്കെ In കടത്തിവിട്ടത്. Romans 1 he says, I have become a debtor to the whole world. റോമാലേഖനം 1-ാം അധ്യായത്തില് ഈ ദൈവത്തിന്റെ മനുഷ്യൻ നമ്മോട് പറയുകയാണ്, ഞാൻ സകല മൂഴ് ലോകത്തിന് കടക്കാരനാണ് സുവിശേഷം. How many of you know that when God saved you, he made you a debtor to others? നിങ്ങൾ എത്ര പേർക്ക് തിരിച്ചറിവുണ്ടായിട്ടുണ്ട് സഹോദരങ്ങളെ? കർത്താവ് നിങ്ങളുടെ പാപത്തിൽ നിങ്ങളെ രക്ഷിച്ച് നിങ്ങളെ ദൈവ മകനും മകളുമാക്കിയപ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും കൊടുത്ത് തീർക്കാൻ കഴിയാത്ത ഒരു കടമാണ് നിങ്ങളുടെ ജീവിതത്തിൽ തന്നത്. Many haven't understood that. നിങ്ങൾ കടക്കാരാണെന്നുള്ളത് പലർക്കും They മനസ്സിലായി. thought they received is great. അവർക്ക് ദൈവത്തിൽ നിന്ന് ലഭിച്ചു രക്ഷ, ദൈവത്തിന്റെ കൃപ, എല്ലാം വലിയ കാര്യങ്ങൾ തന്നെയാണ്. If they only realized, this has now put me in debt to everybody else. എന്നാൽ ദൈവത്തിൽ നിന്ന് ഞാൻ ലഭിച്ച ഈ സ്വർഗീയമായ അനുഗ്രഹങ്ങളൊക്കെ എന്നെ കടക്കാരനാക്കുകയാണ് ചെയ്തത് എന്നുള്ള സത്യം നാം അറിഞ്ഞെങ്കിൽ Now I must give. കൊടുക്കുവാൻ, കൊടുത്തു തീർക്കുവാൻ, ഈ കടം വീട്ടുവാനുള്ളതായിരിക്കുന്ന ബദ്ധപ്പാട് ഹൃദയത്തിൽ And നിറഞ്ഞെങ്കിൽ, if you had done that, you would have got a greater blessing. നിങ്ങൾ അല്പമെങ്കിലും ആ കാര്യം ചെയ്യുവാൻ നിങ്ങൾ മനസ്സ് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അധികമായ അനുഗ്രഹം ഈ കാലങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ See, ലഭിച്ചിട്ടുണ്ട്. verse 27. 27-ാം വാക്യം ശ്രദ്ധിക്കുക. Labor, hardship, sleepless nights, hunger, thirst, without food, cold and exposure. അധ്വാനം, പ്രയാസം, പലവട്ടം ഉറക്കളപ്പ്, പൈതാഹം, പലവട്ടം പട്ടിണി, ശീതം, നഗ്നത. There are businessmen who do all this to make money. ലോകത്തില് പണം സമ്പാദിക്കുവാൻ
പേരും പെരുമയ്ക്കും വേണ്ടി ഈ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന ഒത്തിരി There മനുഷ്യരുണ്ടാകാം. are students who go through sleepless nights to get a better rank in the examination. പരീക്ഷയിൽ ഉന്നതമായിരിക്കുന്ന റാങ്ക് ലഭിക്കുവാൻ ഉറക്കളച്ച് കഷ്ടപ്പെട്ട് പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്. Have you gone through one sleepless night to bless somebody else? എന്നാൽ ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ടവരെ, മറ്റൊരാളിന് അനുഗ്രഹമായി തീരുവാൻ ഒരു രാത്രിയെങ്കിലും ഉറക്കമിളയ്ക്കുവാൻ നിങ്ങൾക്ക് മനസ്സുണ്ടായിട്ടുണ്ടോ? How much has there been in you a tremendous desire to give to others what God has given you? ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ചൊരിഞ്ഞ നന്മകള് നിങ്ങൾക്ക് നൽകിയത് മറ്റുള്ളവർക്ക് കൈമാറുവാൻ കൊടുക്കുവാനുള്ളതായിരിക്കുന്ന അത്യധികമായ ആഗ്രഹം എന്തുമാത്രം ഉണ്ട് ഉള്ളില്. And he says in verse 28, all this is nothing compared to this which is my greatest burden. 28-ാം വാക്യത്തിന്റെ ഒടുവിൽ താൻ ഈ മുൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളെയും കൂടെ ചേർത്ത് വെച്ചാലും അതിനേക്കാളൊക്കെ ആധികമായ ഒരു ഭാരം തന്നെ ഉള്ളിൽ ഉണ്ടെന്ന് Look at this expression. The daily pressure upon me of concern for all the churches. ആ വചനം നാം ശ്രദ്ധിക്കാതെ പോകരുതേ. ഇങ്ങനെ എനിക്ക് സംഭവിച്ച കാര്യങ്ങളൊന്നും കൂടാതെ ഇതിനേക്കാൾ എല്ലാം ഉപരിയായി എനിക്ക് ദിവസേന എല്ലാ സഭകളെയും കുറിച്ചുള്ള ചിന്താഭാരം There was a pressure on Paul's heart every day. എല്ലാ ദിവസവും ഒരു ദിവസം അവധിയില്ല. തന്റെ ഹൃദയത്തെ ഭാരപ്പെടുത്തി തന്നെ വളരെ സമ്മർദ്ദത്തിലാക്കുന്ന സഭകളെ കുറിച്ചുള്ള ഭാരം He's always thinking of all the churches he's planted. തന്റെ ശുശ്രൂഷ ഫലമായിട്ട് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ അന്ന് രൂപം കൊണ്ടതായിരിക്കുന്ന ദൈവത്തിന്റെ സഭകളെ കുറിച്ചുള്ള ഭാരം. He hears of some brother in one church who's weak. ഏതെങ്കിലും ഒരു സഭയില് ആത്മീയമായി ബലഹീനാവസ്ഥയില് He says in ശൈശവാവസ്ഥയിൽ കഴിയുന്ന ഒരുവനെ കുറിച്ച് He says in verse 29, who is weak without my also being weak? I sense his weakness. സഭകളെ കുറിച്ചുള്ള ചിന്ത വന്നപ്പോൾ തന്നെ പൗലോസ് തുടർന്ന് പറയുന്ന വചനം ശ്രദ്ധിക്കുക. ആര് ബലഹീനനായിട്ട് ഞാൻ ബലഹീനനാകാതെ ഇരിക്കുന്നു. Another church, somebody fell into sin. വേറൊരു സഭയിൽ ഒരാൾ ഇടറിപ്പോയി പാപത്തിൽ വീണു. And verse 29, who is led into sin without my intense concern? അവിടെ പറയുന്നത് നോക്ക്, ആറിടറിപ്പോയിട്ട് ഞാൻ അഴലാതിരിക്കുന്നു എന്ന് പറഞ്ഞാല് ഒരാൾ ഒരു പാപത്തിൽ വീണെന്നറിയുമ്പോൾ ഈ ദൈവദാസന്റെ ഹൃദയം വിങ്ങുകയാണ്, അവന്റെ ഹൃദയം കേഴുകയാണ്. അതാണ് പറയുന്നത്. If we had brothers and sisters like this, ഈ തരത്തിലുള്ളതായിരിക്കുന്ന സഹോദരന്മാർ സഹോദരിമാർ നമ്മുടെ ഇടയിലുണ്ടെങ്കിൽ, who when somebody falls into sin don't gossip about it but have an intense concern. ഏതെങ്കിലും ഒരു വ്യക്തി പാപത്തിൽ വീണു പോകുമ്പോൾ അതിനെക്കുറിച്ച് മറ്റുള്ളവരോട് രഹസ്യത്തിൽ ദൂഷണം പറയുവാനുള്ള പരീക്ഷയല്ല, മറിച്ച് അതിനെക്കുറിച്ച് ഹൃദയത്തിൽ കരച്ചിലും ദുഃഖവും ഉണ്ടാകുന്ന വ്യക്തികൾ എവിടെ? We would have revival. അങ്ങനെ ഉള്ളവരുണ്ടായിരുന്നെങ്കിൽ സഭ എത്ര അനുഗ്രഹിക്കപ്പെട്ടേനെ. Why is it such a sluggish condition in so many believers in our churches? നമ്മുടെ സഭയിലുള്ളതായിരിക്കുന്ന ധാരാളം വിശ്വാസിക സഹോദരങ്ങളില് ഈ കാര്യങ്ങളിൽ ഒരു മാന്ദ്യം, ഒരു അലസ മനോഭാവം, നിർവികാരത എന്തുകൊണ്ടാണ് നിറഞ്ഞു നിൽക്കുന്നത്? Even though we have received and received and received and received so much from God, ദൈവത്തിൽ നിന്നും കഴിഞ്ഞ നാളുകളില് അത്യധികമായി തുടർമാനമായ അനുഗ്രഹങ്ങള് വെളിപ്പാടുകൾ നാം പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും എന്തുകൊണ്ടാണ് നാം ഈ തരത്തിലുള്ള ഒരു മാന്യത അവസ്ഥയിലേക്ക് I വന്നിരിക്കുന്നത്? see people in Bangalore church who've been there for more than 30 years. ബാംഗ്ലൂരിലുള്ളതായിരിക്കുന്ന സഭയില് 30 വർഷത്തിലധികമായി ആ സഭാംഗങ്ങളായിരിക്കുന്നവരെ കുറിച്ച് ഞാൻ ഓർക്കാറുണ്ട്. Spiritually, they're like beggars. ആത്മീയമായ അവസ്ഥയിൽ ചിലരെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് സങ്കടമാണ്. അവർ ആത്മീയ ഭിക്ഷക്കാരെ പോലെയാണ്, ദരിദ്രരാണ്. Why? എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്? They've never thought, I must have a concern for others. അവരൊരിക്കലും ഈ വണ്ണം ചിന്തിച്ചില്ല. കർത്താവിന്റെ ജീവിതത്തിൽ ധാരാളമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു, മറ്റുള്ളവർക്ക് വേണ്ടി എനിക്കൊരു വിചാരം ഉണ്ടാകണം. അങ്ങനെ അവർ So they ചിന്തിക്കുന്നു. never got the higher blessing which comes through giving. കൊടുക്കുന്നതിന്റെ ശ്രേഷ്ഠത, അതിലൂടെയുള്ള അനുഗ്രഹത്തിന്റെ മഹത്വം അവർക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. Recently I went through a bout of sickness for 1 month. I've never been so sick, I think, in almost all my life. എന്റെ ക്രിസ്തീയ ജീവിതത്തിലെ ശുശ്രൂഷ കഴിഞ്ഞ വർഷങ്ങളിൽ ഒന്നും ഞാൻ കടന്നുപോയിട്ടില്ലാത്ത നിലയിൽ ഏതാണ്ട് 1 മാസത്തോളം ഞാൻ രോഗാതുരനായി, എനിക്ക് സുഖമില്ലാത്ത ഒരു അവസ്ഥയിലൂടെ ഞാൻ കടന്നു. Not a serious sickness. വളരെ ഗുരുതരമായിരിക്കുന്ന രോഗമൊന്നും ആയിരുന്നില്ല. You go from one country to another country, the weather changes, somewhere it's cold, somewhere it's hot. ഒരു രാജ്യത്തിൽ നിന്നും മറ്റൊരു രാജ്യത്തേക്കും പിന്നെ മറ്റൊരിടത്തേക്കും ഒക്കെ പോകുമ്പോൾ വ്യത്യസ്തങ്ങളായിരിക്കുന്ന കാലാവസ്ഥയുള്ള ഇടത്തെ കാലാവസ്ഥ വ്യത്യാസങ്ങൾ And the ഉണ്ടാകും. change of weather brought a severe
throat and cough and cold that lasted for 1 month. കാലാവസ്ഥയിൽ ചുരുങ്ങിയ സമയം കൊണ്ടുണ്ടാകുന്ന വലിയ വ്യതിയാനങ്ങളുടെ മുഖാന്തരം ഫലമായിട്ട് എനിക്ക് എന്റെ തൊണ്ടയ്ക്ക് കലശലായി രോഗം ബാധിച്ചു, ശബ്ദം നഷ്ടപ്പെട്ടു, വളരെ ഞാൻ ബുദ്ധിമുട്ടിയ I'm ദിവസം. very thankful for those of you who prayed for me. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച, വിവരങ്ങൾ അറിഞ്ഞവർ, പ്രാർത്ഥിച്ചവർക്കായി ഞാൻ ദൈവസന്നിധിയിൽ നന്ദിയുള്ളവനാണ്. But I learned something through it. All of life is an education. നമ്മുടെ ജീവിതം മുഴുവനും തുടർമാനമായ ഒരു വിദ്യാഭ്യാസം തന്നെയാണ്. ഈ ഒരു മാസത്തിനിടയിൽ ഞാൻ പല കാര്യങ്ങളും പഠിക്കാൻ ഇടയായി. The other significant thing about this 1 month was I don't think I ever had a month in my life where I had so many meetings planned. ഈ കഴിഞ്ഞ ഒരു മാസത്തെക്കുറിച്ച് തിരിഞ്ഞു നോക്കുമ്പോൾ ഇത്രയധികം തുടർച്ചയായി ദൈവവചനം പ്രസംഗിക്കുവാൻ മീറ്റിംഗുകൾ ഉണ്ടായിരുന്ന ഒരു സമയവും എനിക്ക് ഓർക്കാൻ കഴിയുന്നില്ല. I had about 50 meetings I had to speak in. ഈ ഒരു മാസത്തിനുള്ളിൽ 50 മീറ്റിംഗുകളിലെങ്കിലും എനിക്ക് And in സംസാരിക്കേണ്ടതായിരുന്നു. all these places I was the only speaker. If I was not there, they wouldn't have the meeting. ഈ മിക്ക ഇടങ്ങളിലും ഉള്ള കാര്യം എന്താന്ന് വെച്ചാൽ, ഞാന് രോഗം ബാധിച്ചോ എനിക്ക് എഴുന്നേൽക്കാൻ കഴിയാതെ വന്നാൽ വേറെ ആരുമില്ല അവിടെ ദൈവവചനം സംസാരിക്കാൻ. So I did not miss one meeting. I spoke in all the 50 meetings. കർത്താവിന് സ്തോത്രം. ഒരൊറ്റ മീറ്റിംഗിൽ പോലും സംസാരിക്കാതിരിക്കേണ്ടി വന്നില്ല. കർത്താവ് എല്ലാ സമയത്തും എന്നെ ശക്തീകരിച്ചു. I would cough and clear my throat and speak. ചുമ കഠിനമായിരുന്ന സമയങ്ങളിൽ, തൊണ്ടയ്ക്ക് രോഗം വളരെ കഠിനമായിരുന്ന സമയത്തും ഞാൻ ചുമയ്ക്കുകയും അത് കഴിഞ്ഞ് ഒരു വാചകം പറയുകയും അങ്ങനെയൊക്കെ I സംസാരിച്ചു. would keep on taking lozenges and antibiotics and get up and speak. ആന്റിബയോട്ടിക്സ് കഴിക്കുകയും അതുപോലെ തന്നെ തൊണ്ടയ്ക്ക് ഒരു അല്പം ആശ്വാസം തരുന്ന ലോസഞ്ചേഴ്സ് കഴിച്ചും പല വിധത്തില് ഈ മീറ്റിംഗുകളിലൂടെ ഒക്കെ കർത്താവ് എന്നെ നിർത്തി. സ്തോത്രം. Luke was traveling with me, so I got the right medicines all the time. പൗലോസിന്റെ കൂടെ സഞ്ചരിച്ചിരുന്ന ലൂക്കോസിനെ പോലെ എന്റെ കൂടെയും ഒരു ലൂക്കോസ് ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് എനിക്ക് അത്യാവശ്യമായ വൈദ്യ പരിചരണമൊക്കെ കിട്ടി. What I learned through all this was, ഈ അനുഭവങ്ങൾ കൂടെ ഒക്കെ ഞാൻ പഠിച്ച ഒരു കാര്യം I പറഞ്ഞു. said, Lord, you can just heal this in 1 moment. Why are you not doing it? ഞാൻ കർത്താവിനോട് ചോദിച്ച ചോദ്യമാണ്, കർത്താവേ, എന്റെ ഈ രോഗം മാറ്റാൻ നിനക്ക് ഒരു നിമിഷം മതി, പക്ഷെ എന്താ അവിടുന്ന് അത് ചെയ്യാത്തത്? I got at least 2 lessons the Lord was trying to say. ഒന്നെന്ന് ഞാൻ പറഞ്ഞെങ്കിലും വാസ്തവത്തിൽ മിനിമം 2 പാഠങ്ങളെങ്കിലും എനിക്ക് മനസ്സിലായി. ഒന്നാമത്തേത്, The Lord said, I want to make you a demonstration to others. നിന്റെ ജീവിതം മറ്റുള്ളവർക്ക് ഒരു മാതൃക, പ്രദർശനം ആകണം എന്ന് ഞാൻ There are so ആഗ്രഹിക്കുന്നു. many of my children who, with the slightest excuse, they will not go for a meeting. എന്റെ പ്രിയപ്പെട്ട മക്കള് മിക്കവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ചെറിയ ഒരു കുഞ്ഞു പനി വന്നാലും അവര് പല മീറ്റിങ്ങിനും പോകാത്തവരാണ്. A little rain today, a little backache, I've got something to do. ഒരു കൊച്ചു മഴ പെയ്താൽ, ഒരു ചെറിയ നടുവിന് വേദന വന്നാൽ, ഒരു ചെറിയ പ്രയാസം ഉണ്ടായാൽ അവര് മീറ്റിംഗിലേക്ക് പോകാൻ അവർക്ക് യാതൊരു മനസ്സുമില്ലാത്തവർ. I want you to demonstrate to them that you will serve me no matter what happens. അങ്ങനെ ഉള്ളവരുടെ മുൻപാകെ നിന്റെ ജീവിതം കൊണ്ട് നീ സാക്ഷ്യം പറയണം. എന്ത് പ്രതികൂലങ്ങളിലൂടെ പോയാലും, ശാരീരികമായി എത്ര ബുദ്ധിമുട്ട് അനുഭവിച്ചാലും നീ എന്റെ വേല ചെയ്യും. ഞാൻ പറയുന്നത്, You got fever, you used to get up and speak. പനിയുള്ള സമയത്ത് എഴുന്നേറ്റ് നിന്ന് സംസാരിക്കുവാൻ ഞാൻ തയ്യാറാണെന്ന് കർത്താവ് മറ്റുള്ളവരെ And കാണിച്ചു. that's number 1. അതാണ് ഒന്നാമത്തെ കാര്യം. The second thing, രണ്ടാമത്തേത്, as human beings, we have a tremendous Adamic habit of making demands on others. ആദാമ്യ വർഗത്തില് ജനിച്ച നമ്മൾക്കെല്ലാമുള്ള ഒരു സ്വഭാവമാണ്, പ്രത്യേകിച്ച് നമുക്ക് രോഗമോ പ്രയാസമോ ഉള്ളപ്പോൾ മറ്റുള്ളവരിൽ നിന്ന് ഒത്തിരി കാര്യങ്ങൾ ഇങ്ങനെ ആവശ്യപ്പെടുന്ന ഒരു സ്വഭാവം. People must serve me, my wife must do this for me, and others must do this for me. എന്റെ ഭാര്യ ഇന്ന നിലയിൽ എന്നെ ശുശ്രൂഷിക്കണം, മറ്റുള്ളവർ എന്നോട് പരിഗണന കാണിക്കണം, ഇങ്ങനെ ഒത്തിരി മാനസികമായ ആവശ്യങ്ങൾ. When we become disciples of Jesus, we follow him who said, the Son of Man did not come to be served, he came to serve. നാം ക്രിസ്തീയ ശിഷ്യത്വത്തിലേക്ക് വന്നവരാണെങ്കിൽ നാം ഇതാണ് ജീവിതത്തിൽ തിരഞ്ഞെടുത്തിരിക്കുന്നത്, യേശുവിന്റെ മാർഗം. യേശു എന്താ പറഞ്ഞത്? മനുഷ്യപുത്രൻ വന്നത് ശുശ്രൂഷ സ്വീകരിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തന്റെ ജീവനെ മറുവിലയായി നൽകുവാൻ. Jesus didn't go around waiting for other people to serve him. മറ്റുള്ളവർ തന്നെ ശുശ്രൂഷിക്കട്ടെ, തനിക്ക് വേണ്ടത് ചെയ്യട്ടെ എന്ന് പറഞ്ഞ് യേശു കാത്തിരുന്നവനായിരുന്നില്ല. Many preachers are like that. പല They're പ്രസംഗങ്ങളും always അങ്ങനെയുള്ളവരാണ്. waiting for somebody to do something for them. ആരെങ്കിലും വന്ന് ചില പ്രത്യേക പരിഗണനകളും ശുശ്രൂഷകളും ചെയ്യുവാൻ കാത്തിരിക്കുന്നവരാണ് പലരും. When we get light on the way Jesus walked, യേശു ഭൂമിയിൽ നടന്നതിനെ കുറിച്ച് പരിശുദ്ധാത്മാവ് നമുക്ക് വെളിച്ചം തരുമ്പോൾ, no demands on anybody. We don't want anybody to do anything for us. ലോകത്തിൽ ഒരൊറ്റ വ്യക്തിയോട് പോലും, ഒരു മനുഷ്യരോട് പോലും ഉള്ളിൽ ഒരു ഡിമാൻഡ്സും അവകാശവാദങ്ങളും ഇല്ലാത്തവരായി നാം If ജീവിക്കും. they do it, we receive it thankfully, but we have no demands.
കർത്താവ് പ്രേരിപ്പിച്ചിട്ട് ശ്രമശാല ആരെങ്കിലും എന്തെങ്കിലും സ്നേഹ ശുശ്രൂഷകൾ ചെയ്താൽ നാം നന്ദിയുള്ളവരാണ്, കർത്താവിന്റെ നാമത്തിൽ നാം അത് സ്വീകരിക്കും. And then the Lord said, അപ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞു, if you have passed in that class, ആ ക്ലാസ്സില് നീ ജയിച്ചെങ്കിൽ now I want to take you to a higher class. കുറച്ചുകൂടെ ഉയർന്ന ഒരു നിലവാരത്തിലേക്ക് നിന്നെ ഞാൻ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. That when you're sick, you still don't make any demands on people. നീ സാധാരണ സമയത്ത് നീ രോഗിയല്ലാതിരിക്കുമ്പോഴുള്ള കാര്യത്തിൽ നീ ജയിച്ചെങ്കിൽ, രോഗിയായിരിക്കുമ്പോൾ പോലും മറ്റാരോടും യാതൊരു ഡിമാൻഡും ഇല്ലാത്തവരായിട്ട് നിനക്ക് ജീവിക്കാൻ കഴിയണം. I said, sure, I want to pass that class also. കർത്താവ് അങ്ങനെ ഒരു പരീക്ഷയെക്കുറിച്ച് എന്നോട് സംസാരിച്ചപ്പോൾ ഞാൻ വളരെ താല്പര്യപൂർവ്വം പറഞ്ഞു, കർത്താവ് എനിക്ക് ആ പരീക്ഷയിൽ ജയിച്ചാൽ കൊള്ളാവുന്നുണ്ട്. And I think I passed. എന്റെ ചിന്ത ഞാൻ ആ പരീക്ഷയിൽ തോറ്റില്ലെന്നാണ്. But I got light. എന്നാൽ കർത്താവ് എനിക്ക് തന്റെ വെളിച്ചം തന്നു. The Lord is always leading me higher. കർത്താവിന്റെ ഹൃദയത്തിന്റെ ആഗ്രഹവും ഇത് തന്നെയാണ്, എന്നെ ഉയരങ്ങളിലേക്ക് എന്നെ കൊണ്ടുപോകണം. അതാണ്. That even sickness becomes an education. ശരീരത്തെ ബാധിക്കുന്ന രോഗാവസ്ഥയും ആത്മീകമായ പഠനത്തിനുള്ള അവസരങ്ങളാക്കി അവനെ തീർക്കുവാൻ കഴിയുന്നു. The Lord showed me from Isaiah 53 that even Jesus was sick when he was on the earth. യെശയ്യാവ് 53 അതിന്റെ ഒരു വചനത്തിലൂടെ കർത്താവ് എനിക്ക് ബോധ്യം തന്നു. ഭൂമിയിലായിരുന്ന സമയത്ത് രോഗം ശീലിച്ചവനായി ഇരുന്ന കർത്താവ്. Many people don't believe that. പലരും ആ വചനം അങ്ങനെ വിശ്വസിക്കുന്നില്ല. I'll just show you that in closing. ഞാൻ ഒടുവിലായിട്ട് ആ കാര്യം കൂടെ മാത്രം നിങ്ങളെ കാണിച്ചിട്ട് അവസാനിപ്പിക്കാം. Isaiah 53 verse 4. 53-ാമത്തെ അധ്യായം, യെശയ്യാ പ്രവാചകന്റെ 53-ാമത്തെ അധ്യായത്തിന്റെ 4-ാം വാക്യം. In the margin of my Bible says, the actual word is sickness. Surely our sicknesses he bore. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു എന്ന് തന്നെയാണ് ആ വചനം. And that is the verse quoted in Matthew 8:17. മത്തായി 8-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിൽ സുവിശേഷകൻ ഉദ്ധരിച്ചിരിക്കുന്നത് ഈ വചനമാണ്. He bore our sicknesses. നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു. But the same word is used in verse 3 in the middle where it says, he was a man acquainted with sickness. 3-ാം വാക്യത്തിന്റെ മധ്യഭാഗത്തും പറഞ്ഞിട്ടുണ്ട്, അവൻ വ്യസനപാത്രമായും രോഗം ശീലിച്ചവനായും ഇരുന്നു, രോഗം പരിചയം ഉള്ളവനായിരുന്നു. Did you know that Jesus also was sick in his earthly life? ഈ ഭൂമിയിലെ ജീവിതത്തില് ഏതെങ്കിലുമൊക്കെ സമയങ്ങളിൽ കർത്താവായ യേശുവും രോഗാതുരനായിരുന്നു, ശരീരത്തിന് Because he രോഗം had to be ബാധിച്ചിരുന്നു. tempted just like us. നമുക്ക് തുല്യനായി സകലത്തിലും അവൻ പരീക്ഷിക്കപ്പെടണം എന്ന് I വരികില്, remember when I had a severe headache, I said, Lord, did you ever have a headache when you were on this earth? പലപ്പോഴും കഠിനമായ തലവേദന വന്നിട്ടുള്ള സമയങ്ങളിൽ ഞാൻ ഓർത്തിട്ടുണ്ട്, കർത്താവേ നിനക്ക് എപ്പോഴെങ്കിലും തലവേദന വന്നിട്ടുണ്ടോ? Yes. ഉണ്ടെന്ന് തന്നെയാണ് എന്റെ ബോധ്യം. Because he had to go through what I went through. ഈ തലവേദനയുടെ സമയങ്ങളിൽ ഞാൻ കടന്നു പോകുന്ന അവസ്ഥയിലൂടെ കർത്താവിനും കടന്നു പോകേണ്ടി വന്നു. And the Lord said, if you overcome irritation without a headache, now you must overcome irritation with a headache. തലവേദന ഇല്ലാതെ ഇരിക്കുന്ന സമയത്ത് നീ അസ്വസ്ഥതയൊന്നും ഇല്ലാതെ ഇരിക്കുന്നവനാണെങ്കിൽ നല്ല കാര്യം, ആ ക്ലാസ്സിൽ നീ ജയിച്ചു. പക്ഷേ കഠിനമായ തലവേദന ഉള്ളപ്പോഴും അല്പം പോലും അസ്വസ്ഥത ഇല്ലാതെ ഇരിക്കുന്ന കാര്യത്തിൽ നീ വിജയിക്കണം. All of life is an education. നമ്മുടെ മുഴുവൻ ജീവിതവും ദൈവത്തിൽ നിന്നുള്ള അഭ്യസനത്തിന്റെ നാളുകളാണ്. One important lesson God wants to teach us. കർത്താവ് നമ്മെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പാഠം ഇതാണ്. Don't make demands on others. മറ്റുള്ളവരോട് ഓരോന്നിങ്ങനെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന, മറ്റുള്ളവരിൽ സമ്മർദ്ദമിടുന്ന ഒരു മനോഭാവത്തോടെ യാത്ര പറയാം. Give. അതിന്റെ സ്ഥാനത്ത് മറ്റുള്ളവരിൽ സമ്മർദ്ദമിടാതെ കൊടുക്കുവാൻ, മറ്റുള്ളവരെ ശുശ്രൂഷിപ്പാനായി മനസ്സൊരുക്കാം. And you'll be more blessed. നിങ്ങൾ അധികമായ അനുഗ്രഹത്തിന്റെ പടവുകൾ ചവിട്ടി. More blessed to serve others than to have other people serve you. മറ്റുള്ളവർ നിങ്ങളെ ശുശ്രൂഷിക്കുന്ന ആ അനുഭവത്തിൽ നിങ്ങൾ ശുശ്രൂഷ സ്വീകരിക്കുമ്പോൾ ലഭിക്കുന്ന അനുഗ്രഹത്തെ കവിയുന്ന 10 മടങ്ങ് അനുഗ്രഹമാണ് നിങ്ങൾ മറ്റുള്ളവരെ ശുശ്രൂഷിക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഇത് മറന്നു പോകരുത്. That's part of the whole purpose of God. ദൈവത്തിന്റെ മുഴുവൻ ആലോചനയുടെയും ഉദ്ദേശം ഈ ഒരു പാഠം നമ്മെ പഠിപ്പിക്കുകയാണ്. Let's pray. ഹല്ലേലൂയ. നമുക്ക് തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. Praise you, Lord. Thank you. Hallelujah. Now, I'm absolutely sure the devil wants you to forget this pretty soon. എനിക്കൊരു കാര്യം ഉറപ്പുണ്ട്, നിങ്ങളിപ്പോൾ കേട്ടതായിരിക്കുന്ന ഈ ദൈവിക സന്ദേശം എത്രയും വേഗം നിങ്ങളുടെ മനസ്സിൽ നിന്ന് എടുത്തു കളയണമെന്ന് പിശാചിന് നിർബന്ധമുണ്ട്. The birds of the air are all flying about. പറവകള് ഇങ്ങനെ വട്ടം ചുറ്റി പറന്നുകൊണ്ടിരിക്കുകയാണ്. വിതയ്ക്കപ്പെട്ടിരിക്കുന്ന വിത്തുകളെ എടുത്തു കളയുവാനായി പറവകൾ ചുറ്റുകയാണ്. Make sure you drive the birds away. അങ്ങനെയുള്ളതായിരിക്കുന്ന ദൈവവചനത്തെ അപഹരിക്കുവാനായിട്ട് നോക്കി
കറങ്ങി പറക്കുന്ന പക്ഷികളെ ഓടിച്ചു കളയുവാൻ ഈ സമയം നിങ്ങൾ മനസ്സുവെക്കുമോ? If you believe this is a precious seed God has given you, preserve it. ദൈവം നിങ്ങൾക്ക് തന്റെ കരുണയിൽ നൽകിയിരിക്കുന്ന വിലയേറിയ ഒരു വിത്താണ്, ദൈവത്തിന്റെ ഒരു വചനമാണ് നിങ്ങൾ ഇന്ന് കേട്ടത് നിങ്ങൾ വിശ്വസിക്കുന്നെന്ന് വരികില് മുഴുവൻ ഹൃദയം കൊണ്ടും ഈ വിത്തിനെ സംരക്ഷിക്കുക. പറവയെ അത് കൊത്തിക്കൊണ്ടു പോകാതിരിക്കട്ടെ. Heavenly Father, help us all. സ്വർഗ്ഗപിതാവേ, അടിയങ്ങളെ എല്ലാവരെയും അങ്ങ് സഹായിച്ചേ മതിയാകുള്ളൂ. We pray in Jesus' name. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. Amen.